നമസ്കാരം, ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇഡി ഉദ്യോഗസ്ഥർക്കെതിരായ ആക്രമണത്തിൽ കലുഷിതമായി ബംഗാൾ. ബനാന റിപ്പബ്ലിക് അല്ലെന്ന് മമതാ സർക്കാരിന് ഗവർണറുടെ താക്കീത്. ബംഗാളിൽ രാഷ്ട്രപതി ഭരണം ആവശ്യപ്പെട്ട അധീർ രഞ്ജൻ ചൌധരി. അഭിപ്രായം തള്ളി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. കിഫ്ബി മസാല ബോണ്ട് കേസിൽ തോമസ് ഐസക്കിനെ വിടാതെ ഇഡി. 12-ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ്. കൊച്ചി ഓഫീസിലെത്താൻ നിർദ്ദേശം. നിയമപരവും രാഷ്ട്രീയവുമായി നേരിടുമെന്ന് ഐസക് ന്യൂസ് 18നോട്. വണ്ടിപ്പെരിയാർ ഇരയുടെ അച്ഛന് കുത്തേറ്റു. കുത്തിയത് കേസിൽ കോടതി വെറുതെ വിട്ട അർജുന്റെ ബന്ധു. കാലിന് പരിക്ക്, ആരോഗ്യനില തൃപ്തികരം. മൈലപ്രയിലെ വ്യാപാരിയുടെ കൊലപാതകത്തിൽ 3 പേർ കസ്റ്റഡിയിൽ. പിടിയിലായത് തമിഴ്നാട്ടിൽ നിന്ന്. സർക്കാരിനോട് മയപ്പെട്ട് ഗവർണർ. നയപ്രഖ്യാപന പ്രസംഗം നടത്തും. സർക്കാരുമായി ഒരു പ്രശ്നവുമില്ല. ഗവർണർ വായി നോക്കിയെന്ന് MMN. രാഷ്ട്രപതിയാണ് പിന്നെ തെരഞ്ഞെടുക്കണ്ട, വോട്ടെടുത്ത. ഇത് അതൊന്നും ഇല്ലാത്തൊരു ഉദ്യോഗസ്ഥനാണ്. വെല്ലുകൾ നടക്കുന്നതിന് വായി നോക്കിയൊക്കെയാണ് ഗവർണറായിക്കൊണ്ട് വെക്കുന്നത്. ആരിഫ് മുഹമ്മദ് ഖാനെ ജില്ലയിലേക്ക് ക്ഷണിച്ച വ്യാപാരികൾക്കും മണിയുടെ അധിക്ഷേപം. 2001-ൽ കായംകുളത്ത് കാലുവാരിയെന്ന് ആവർത്തിച്ച G സുധാകരൻ. പുറകിൽ കഠാര ഒളിപ്പിച്ച് കുത്തുക ചിലരുടെ ശൈലി. KK ചെല്ലപ്പൻ തനിക്കെതിരെ നിന്നു. കാലുവാരൽ കലയായി കൊണ്ടു നടക്കുന്നവർ കായംകുളത്തുണ്ടെന്നും വിമർശനം. സാമുദായിക പരാമർശത്തിൽ K മുരളീധരനെ തള്ളി MM ഹസൻ. സംഘടനകളുമായി കോൺഗ്രസിന് നല്ല ബന്ധം, നേതൃത്വത്തിന് പരിചയക്കുറവ്. രാഷ്ട്രീയ കാര്യസമിതി യോഗം ചേരാത്തത് പോരായ്മയെന്നും ഹസൻ. KSU അസംബ്ലി പ്രസിഡന്റുമാരുടെ പട്ടിക മരവിപ്പിച്ച് ദേശീയ നേതൃത്വം. കലോത്സവ ചൂടിൽ കൊല്ലം. സ്വർണക്കപ്പിനായി പൊരിഞ്ഞ പോരാട്ടം. കുതിപ്പ് തുടർന്ന് കണ്ണൂർ. വെല്ലുവിളി ഉയർത്തി കോഴിക്കോടും പാലക്കാടും. ചരിത്ര നിമിഷത്തിനായി രാജ്യം കാത്തിരിക്കുന്നു. ആദിത്യ L1 ലക്ഷ്യസ്ഥാനത്തേക്ക്. യാത്ര നീണ്ടത് 126 ദിവസം. പുതുചരിത്രമെഴുതാൻ ISR. വയനാട് മൂടക്കൊലിയിൽ വീണ്ടും കടുവ ആക്രമണമെന്ന് സംശയം. ഫാമിലെ പന്നിയെ കൊന്നു തിന്ന നിലയിൽ. പരിശോധന ആരംഭിച്ച് വനം വകുപ്പ്. അട്ടപ്പാടിയിൽ ആടിനെ പുലി പിടിച്ചു. തൃശൂരിൽ കാട്ടുപന്നിയുടെ കുത്തേറ്റ് വിദ്യാർത്ഥിക്ക് പരുക്ക്. BJP പരിപാടിയിൽ പങ്കെടുത്തതിൽ പ്രതികരിച്ച മറിയക്കുട്ടി. തനിക്ക് രാഷ്ട്രീയമില്ല. പിണറായിയുടേതൊഴികെ ഏത് പാർട്ടിയിലും പോകും. മുഖ്യമന്ത്രിക്ക് വീണ്ടും വിമർശനം. അപ്പൊ RS വിളിച്ചാ പോകും, വിളിച്ചാ പോകും, കോൺഗ്രസ് വിളിച്ചാ പോകും, BJP വിളിച്ചാ പോകും. ഇവർ വിളിച്ചാ പോവുകയല്ല. അത് പറ്റേ പറഞ്ഞാൽ അപ്പൊ പിന്നെ ഒരാളുടെ പേര് പറഞ്ഞു. വിശദമായ വാർത്തയിലേക്ക്. പശ്ചിമ ബംഗാളിൽ ED സംഘത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനം കടുപ്പിച്ച് ഗവർണർ CV ആനന്ദബോസ്. സംസ്ഥാനത്ത് ജനാധിപത്യം അപകടത്തിലാണെന്നും സർക്കാർ ഭരണഘടനാ പ്രതിസന്ധി സൃഷ്ടിച്ചതായും ഗവർണർ CV ആനന്ദബോസ് പറഞ്ഞു. നിയമവിദഗ്ധരുമായി കൂടിയാലോചിച്ച് തുടർ നടപടി കൈക്കൊള്ളുമെന്നും ഗവർണർ പ്രതികരിച്ചു. ആക്രമണത്തിൽ ഗവർണർ ഉടൻ കേന്ദ്രത്തിന് റിപ്പോർട്ട് നൽകും. EDയും പശ്ചിമബംഗാൾ പോലീസും FIR രജിസ്റ്റർ ചെയ്തതിനു പുറമെ വീട്ടിൽ അതിക്രമിച്ചു കയറിയതിന് EDക്കെതിരെയും പരാതിയുണ്ട്. ആക്രമണത്തിന് പിന്നാലെ സംസ്ഥാനത്ത് രാഷ്ട്രീയ പോരും മുറുകുകയാണ്. മമതാ ബാനർജി രാജിവെക്കണമെന്നും NIA അന്വേഷണം വേണമെന്നും BJP ഉന്നയിക്കുമ്പോൾ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്നാണ് ഇന്ത്യ സഖ്യകക്ഷിയായ കോൺഗ്രസിന്റെ ആവശ്യം. എന്നാൽ EDയാണ് പ്രകോപനമുണ്ടാക്കിയതെന്നാണ് തൃണമൂൽ വാദം. അതിനിടെ റേഷൻ അഴിമതിയിൽ തൃണമൂൽ നേതാവ് ശങ്കർ ആദിയെ ED അറസ്റ്റ് ചെയ്തു. അറസ്റ്റിൽ പ്രതിഷേധിച്ച് ED സംഘത്തിന് നേരെ കല്ലെറിഞ്ഞ പാർട്ടി പ്രവർത്തകർക്ക് നേരെ CRPF ലാത്തി വീശി. ബംഗാളിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്ന അധീർ രഞ്ജൻ ചൌധരിയുടെ അഭിപ്രായം തള്ളി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്നത് കോൺഗ്രസിന്റെ ദേശീയ നയം അല്ലെന്ന് KC വേണുഗോപാൽ പറഞ്ഞു.
കിഫ്ബി മസാല ബോണ്ട് കേസിൽ മുൻ ധനമന്ത്രി തോമസ് ഐസക്കിന് വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നോട്ടീസ്. ജനുവരി 12-ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശിച്ചാണ് ഇ ഡി നോട്ടീസ് നൽകിയിരിക്കുന്നത്. നോട്ടീസ് അയക്കുന്നത് നേരത്തെ ഹൈക്കോടതി തടഞ്ഞിരുന്നു. ഇ ഡി നടപടി രാഷ്ട്രീയ പ്രേരിതമെന്ന് വിമർശിച്ച തോമസ് ഐസക് മസാല ബോണ്ട് കേസിലാണ് വിളിച്ചു വരുത്തുന്നതെന്ന് പറയാൻ ഇ ഡിക്ക് 1.5 വർഷം വേണ്ടി വന്നതായി വിമർശിച്ചു. ഈ മാസം 12-ന് തോമസ് ഐസക്കിനോട് ഹാജരാകാൻ ഇ ഡി ആവശ്യപ്പെടുമ്പോൾ അതിലൂടെ ഇ ഡി വ്യക്തമാക്കുന്നത് മസാല ബോണ്ടിലുള്ള അന്വേഷണം ഇത് അവസാനിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇ ഡി അയച്ച സമൻസിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഹൈക്കോടതിയിൽ തോമസ് ഐസക് എത്തിയിരുന്നു. അന്ന് തോമസ് ഐസക്കിന് ഏതാണ്ട് അനുകൂലമാവുന്ന രീതിയിൽ തന്നെയായിരുന്നു ഹൈക്കോടതി കേസ് നിരീക്ഷിച്ചത്. കാരണം ഈ കാര്യങ്ങൾ സംബന്ധിച്ച് ഈ മസാല ബോണ്ടിലുള്ള അന്വേഷണമാണെങ്കിൽ കിഫ്ബി തന്നിരിക്കുന്ന നോട്ടീസിൽ പറയുന്നത് തന്റെ വ്യക്തിപരമായ വിവരങ്ങൾ ആവശ്യപ്പെടുന്നതനുസരിച്ചാണ് ഈ നോട്ടീസ് ഭൂരിഭാഗവും വ്യക്തമാക്കുന്നത്. അത് തന്റെ വ്യക്തിപരമായ കാര്യങ്ങളിലുള്ള ഇ ഡിയുടെ ഒരു കടന്നുകയറ്റം തന്നെയാണ് ഇതിലൂടെ ചെയ്തിരിക്കുന്നതെന്നതായിരുന്നു തോമസ് ഐസക് ഹൈക്കോടതിയിലടക്കം ബോധിപ്പിച്ചിരുന്നത്. ഹൈക്കോടതിയും ഏതാണ്ട് അത് ശരിവെക്കുകയും ചെയ്തു. കാരണം ഈ നോട്ടീസ് പരിശോധിക്കുമ്പോൾ തോമസ് ഐസക്കിന്റെ വ്യക്തിഗത വിവരങ്ങളാണ് ഇതിൽ മസാല ബോണ്ടിനേക്കാൾ അധികം ആയിട്ട് ചോദിച്ചിരിക്കുന്നതെന്നടക്കമുള്ള കാര്യങ്ങളിൽ ഹൈക്കോടതിക്കും അതിൽ ശരിവെക്കേണ്ട അടക്കമുള്ള കാര്യങ്ങൾ വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇ ഡി നോട്ടീസ് പിൻവലിച്ചിരുന്നു. പക്ഷേ അന്വേഷണം തുടരുന്നതിൽ യാതൊരു തടസ്സവുമില്ല എന്ന നിയമോപദേശം ഇ ഡിക്ക് ലഭിച്ചു. ഹൈക്കോടതിയും അത് ശരിവെക്കുകയും ചെയ്തു. തുടർന്ന് കുറച്ചു നാളത്തേക്ക് ഇത് സംബന്ധിച്ച് യാതൊരു കാര്യങ്ങളിലും നടപടികൾ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് വീണ്ടും ഇ ഡി നോട്ടീസ് അയക്കാൻ തീരുമാനിക്കുക. ഇപ്പോൾ നോട്ടീസ് അയക്കുകയും ചെയ്തിരിക്കുന്നു. എന്നാൽ ഇതിനെക്കുറിച്ച് തോമസ് ഐസക്കിന്റെ പ്രതികരണം ഇത് രാഷ്ട്രീയപരമായ നീക്കം തന്നെയാണ്. അത് ആ രീതിയിൽ തന്നെ കാണുന്നു. ഇതിനെ രാഷ്ട്രീയപരമായി തന്നെ നേരിടുന്നു, ഒപ്പം തന്നെ നിയമപരമായി തന്നെ നേരിടുന്നു. തന്റെ കൂടി സൗകര്യങ്ങൾ അനുസരിച്ചുകൊണ്ട് ആയിരിക്കും ഇക്കാര്യത്തിൽ ഇ ഡിയുടെ ചോദ്യം ചെയ്യൽ നോട്ടീസിന് ഹാജരാകുമെന്നതാണ് തോമസ് ഐസക് പറയുന്നത്. 12-ാം തീയതി ഹാജരാവണം എന്നുള്ളതാണ്. നമ്മുടെ സൗകര്യം കൂടി നോക്കിയിട്ട് അതിനുള്ള റിപ്ലൈ കൊടുക്കും. ഏതായാലും നേരത്തെ ഉള്ളൊരു വ്യത്യാസമുണ്ട് നോട്ടീസിൽ. അന്ന് എന്റെ വ്യക്തിപരമായിട്ടുള്ള എല്ലാ വിവരങ്ങളും വാരി വലിച്ചു കൊണ്ടുവരണമെന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പൊ അങ്ങനെയുള്ള പരാമർശമൊന്നുമില്ല. ചില ക്ലാരിറ്റി അവർക്ക് വരുത്താൻ വേണ്ടി എന്നെ വിളിച്ചിരിക്കുക. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇ ഡി വീണ്ടും നോട്ടീസ് അയച്ചതോടെ ഈ കേസിൽ മസാല ബോണ്ട് വിഷയം വീണ്ടും സജീവമാകുകയാണ്. ഇത് രാഷ്ട്രീയപരമായ ഒരു നീക്കമെന്ന് തന്നെ തുടക്കത്തിൽ തന്നെയും CPM-ഉം ഇടതുപക്ഷവും എല്ലാം തന്നെ ഈ കേസിനെ കണ്ടതും ആ രീതിയിൽ തന്നെയാണ്. വീണ്ടും ഇ ഡി നോട്ടീസ് അയക്കുന്നതിലൂടെ രാഷ്ട്രീയപരമായിട്ട് തന്നെ ഇ ഡി മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയുള്ള ആക്ഷേപങ്ങൾ വീണ്ടും ഉയർന്നു വരികയാണ്. അത്തരം ആക്ഷേപങ്ങളും അത്തരം ചർച്ചകളും രാഷ്ട്രീയ ചർച്ചകളും വീണ്ടും സജീവമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും തോമസ് ഐസക് 12-ന് ഹാജരാകുമോ എന്നതാണ് അദ്ദേഹം നൽകുന്ന മറുപടി. അത് ഏത് രീതിയിലായിരിക്കും എന്നതാണ് ഇ ഡിക്ക് നൽകുന്ന മറുപടി എന്തായിരിക്കുമെന്നതാണ് ഇനി അറിയേണ്ടത്. വണ്ടിപ്പെരിയാറിൽ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ അച്ഛന് കുത്തേറ്റു. കേസിൽ പ്രതിയായിരുന്ന അർജുന്റെ ബന്ധുവാണ് വണ്ടിപ്പെരിയാർ ടൗണിൽ വെച്ച് ആക്രമിച്ചത്. കുട്ടിയുടെ മുത്തച്ഛനും പരിക്കേറ്റു. ആക്രമണം നടത്തിയ പാൽരാജിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്നു രാവിലെ വണ്ടിപ്പെരിയാർ പശ്ചിമല ജംഗ്ഷനിൽ വെച്ചാണ് സംഭവം. ബൈക്കിൽ പോവുകയായിരുന്ന കുട്ടിയുടെ പിതാവിനും മുത്തശ്ശനും നേരെ പാൽരാജ് അസഭ്യം പറയുകയായിരുന്നു. ഇതോടെ വാഹനം നിർത്തി ഇരുവരും ഇത് ചോദ്യം ചെയ്യുകയും തുടർന്ന് വാക്കേറ്റമുണ്ടാവുകയും പാൽരാജ് കൈവശമുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് ആക്രമിക്കുകയുമായിരുന്നു. അർജുനന്റെ ചിറ്റപ്പൻ ബാബു എന്ന് പറഞ്ഞ പാൽരാജ് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുന്നു. അപ്പൊ നമ്മളെ കണ്ടിട്ട് കൈ കൊണ്ട് ഇങ്ങനെ കാണിക്കും. ഞാൻ വണ്ടി നിർത്തിയിട്ട് എന്നാടാന്ന് ചോദിച്ചിട്ട് അങ്ങനെ പോയപ്പോഴത്തേന് ഈ പാക്കറ്റ് ഇന്ന് കത്തി പോലത്തെ സാധനം എടുത്തിട്ട് കുത്തു കാണിച്ചു. ഞങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് തല്ലപ്പെടുത്തേന് ഞങ്ങൾ അന്നേരം അറിഞ്ഞില്ല എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു സാധനം കൊണ്ട് കുത്തുന്നത്. അപ്പം ആൾക്കാരൊന്ന് പിടിച്ചു മാറ്റിയിട്ട് ഇങ്ങനെ നോക്കുന്ന എല്ലാം ദേഹത്തെല്ലാം കുത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം. കുട്ടിയുടെ പിതാവിന്റെ ഇരുകാലുകളിലും വയറിലും പരിക്കേറ്റു. മുത്തശ്ശന്റെ കൈക്കും വയറിനും നിസാര പരിക്കേറ്റിട്ടുണ്ട്. സംഭവത്തിന് ശേഷം ഓടി രക്ഷപ്പെട്ട പാൽരാജിനെ വണ്ടിപ്പെരിയാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇടുക്കി. പത്തനംതിട്ട മൈലപ്ര വ്യാപാരിയുടെ കൊലപാതകത്തിൽ 3 പേർ കസ്റ്റഡിയിൽ. പത്തനംതിട്ട വലഞ്ചുഴി സ്വദേശി ഹാരിബ്, തമിഴ്നാട് തെങ്കാശി സ്വദേശികളായ ബാലസുബ്രഹ്മണ്യൻ, മുരുകൻ എന്നിവരാണ് പിടിയിലായത്. തമിഴ്നാട്ടിൽ നിന്നാണ് പ്രതികളെ കസ്റ്റഡിയിലെടുത്തത്. ഗവർണർക്കെതിരെ രൂക്ഷ വിമർശനവുമായി MM മണി MLA. ഭൂനിയമ ഭേദഗതിയിൽ ഒപ്പുവയ്ക്കാത്ത ഗവർണർ ഇടുക്കി ജില്ലയിൽ പ്രവേശിക്കുന്നത് മര്യാദകേടാണ്. വല്ലയിടത്തും കിടക്കുന്ന വായ് നോക്കിയൊക്കെയാണ് ഗവർണറായി വയ്ക്കുന്നതെന്നും MM മണി കട്ടപ്പനയിൽ പറഞ്ഞു. ഗവർണറെ ഇടുക്കി ജില്ലയിലേക്ക് സ്വാഗതം ചെയ്ത വ്യാപാരികളെയും MM മണി വിമർശിച്ചു. വ്യാപാരികൾ പൊന്നുകൊണ്ട് പുളിശ്ശേരി വെച്ചു കൊടുക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്നും MM മണി പറഞ്ഞു.
നമ്മുടെ മാന്യമായി നമ്മുടെ നിയമസഭ പാസ്സാക്കുന്ന ബില്ല് നിങ്ങളെല്ലാം കൂടെ തെരഞ്ഞെടുത്ത് അയച്ചതല്ലേ ജനപ്രതിനിധികളെ? അവർ പാസ്സാക്കിയ ആ നിയമം അത് ഒപ്പിടുകയല്ലാത്ത നാറിയെ നിങ്ങൾ വിളിച്ച കച്ചവടക്കാർ കൊണ്ടുകൊണ്ട് പുളിശ്ശേരി വെച്ച് സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ശുദ്ധ മര്യാദകേടാണെന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾ ഇവിടുത്തെ ജനങ്ങളുടെ വികാരം, നിങ്ങൾ ഇവിടുത്തെ ജനങ്ങളുടെ ഭാഗമല്ലേ കച്ചവടക്കാർ? അതോ നിങ്ങൾ പൂനായി എന്ന് വന്നവരാണോ? അല്ലല്ലോ. അതുകൊണ്ട് ഇതിനെപ്പറ്റി ബഹുമാനിയായ കച്ചവടക്കാരെന്ന സുഹൃത്തുക്കളാണ്. എനിക്ക് നിങ്ങളോട് വഴക്കുള്ളതെന്നൊന്നും പറയല്ല. ഇത് ശരിയല്ല. ഈ നാടിയെ പേരാൻ നിങ്ങൾ പോകേണ്ട കാര്യമൊന്നുമുള്ളതല്ല. ഞാനാണ് എൻ്റെ അഭിപ്രായം. അതാണ് നിങ്ങൾ ചെയ്യുന്ന മര്യാദകേടാണ്. ഇടുക്കി ജില്ലയിലെ ജനങ്ങളുടെ ആസരത്തിൽ ആപ്പടിക്കുന്ന പണിയാണ് ഗവർണർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ആപ്പടിക്കുന്നവനെ ഇവിടെ വെച്ച് കൊന്നുകൊണ്ട് പുളിശ്ശേരി വെച്ച് സ്വീകരിക്കുന്ന മര്യാദകേടാണ് നിങ്ങൾ കാണിക്കുന്നതെന്നാണ് ഈ ഉള്ള മണിയുടെ എൻ്റെ ഒരു തെളിയ അഭിപ്രായമാണ്. വലിയ മുഴുപ്പിനൊന്നും കൂട്ടണ്ട, ചെറിയ തോതിലൊന്ന് കൂട്ടിയാൽ മതി. അതുകൊണ്ട് പിന്നെ നിങ്ങൾ ആലോചിക്ക്, അന്ന് ഇടുക്കി ജില്ല പ്രവർത്തിക്കണമെന്ന് വേണമെങ്കിൽ തീരുമാനിക്കാമല്ലോ. നമുക്ക് വേണേലാകാം, സമയമുണ്ട്, സമയമൊന്നും പോയില്ല. അതുകൊണ്ട് ഏതായാലും ഒരു മര്യാദകേടുണ്ട് അതിനകത്ത്. ഗവർണർ നമുക്കിട്ട് പഠിക്കുക. ഇവിടുത്തെ കച്ചവടക്കാർ നമ്മുടെ സുഹൃത്തുക്കളുടെ ആളെ വിളിച്ച് കൊണ്ടുകൊണ്ട് ഉള്ളിലേരി വെച്ച് സ്വീകരിക്കുക മര്യാദക്കാട്. ഏതായാലും അതൊന്ന് പുനരാലോചിക്കണമെന്നാണ് ആലോചിക്കണമെന്നാണ് എൻ്റെ ഒരു ചെറിയ അഭിപ്രായം. അതാണ്. ഏതായിരുന്നാലും ഒരു കാര്യമാണ്, ഭൂപരിഷ്കരണ നിയമം എന്ന് നിയമം ഭേദഗതി ചെയ്തതാണ്, നിയമസഭ പാസാക്കിയതാണ്. അത് ഗവർണർ ഒപ്പിടണം. ഒപ്പിടാത്ത ഗവർണർ ഇടുക്കിയിൽ പ്രവേശിക്കുന്നത് ഇടുക്കി ജില്ലയിലെ ജനങ്ങളുടെ മുഖത്ത് കരിവാരിത്തേക്കുന്ന നാലാന്തരത്തിലെ അഞ്ചാന്തരം പണി ഒരുമാതിരി പിറപ്പ് പണിയാണെന്നാണ് എൻ്റെ അഭിപ്രായം. നയപ്രഖ്യാപന പ്രസംഗം നടത്തുമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഭരണഘടനാപരമായ ഉത്തരവാദിത്വം നിർവഹിക്കും. ജനാധിപത്യത്തിൽ എല്ലാവർക്കും പ്രതിഷേധിക്കാൻ അവകാശമുണ്ട്. പോലീസ് സർക്കാരിന് കീഴിലാണ്. പ്രതിഷേധം നടത്തുന്നതും സർക്കാരിന്റെ ആളുകളാണ്. പിന്നെ എന്തിനാണ് ഈ നാടകമെന്നും ഗവർണർ പ്രതികരിച്ചു. Why not? Whatever constitutional duty is there, why this question should be asked? There is no doubt about that. Is there a breakdown of communication between the government and you, sir? I do not know. Why do you say that? Because day before yesterday, there was an ordinance, I have signed it. I do not know why anybody should say that. And where is the conflict? There is no conflict. If we respect, we don't try to trespass into the duties of the others. There is no conflict. Now the Honorable Supreme Court has made it so abundantly clear that you cannot interfere in the statutory functions of the Chancellor. Where is the conflict? I'm really not able to understand. Where is the conflict? There is no conflict. Protests are continuing, sir. So what? So what? Democracy, everybody has a right if they feel. The only thing is that if they try to, what they were doing that day, they were damaging my car, they were hitting the car from all sides, then I will get down from the car. If they do it from a distance, I do not mind. What is the problem? But the police are changing the route every day and the security I'm not concerned with that. That is not, I do not decide the route or whatever it is. I do not decide about the route. The police is under their administrative control. The people who are organizing the protest, they belong to them. So this is a drama which is being staged by them. Unnecessarily they are harassing the police. Right? Both the people, police comes under the home, police comes under the chief minister, and this organization belongs to the ruling party. So on one hand they are doing this, on the other hand they are, what can I say? This is only a drama.
ഗവർണർക്കെതിരെ കരിങ്കൊടി കാണിക്കാൻ ശ്രമിച്ച SFI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. SFI തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആദർശ് അടക്കമുള്ളവരെയാണ് അറസ്റ്റ് ചെയ്തത്. തിരുവനന്തപുരം പട്ടത്ത് വെച്ചാണ് സംഭവം. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. മുഖ്യമന്ത്രിയുടെയും ഗവർണറുടെയും മറ്റ് VIP-കളുടെയും സുരക്ഷയ്ക്കായി തലസ്ഥാന നഗരത്തിൽ ഡെപ്യൂട്ടി കമ്മീഷണർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെ നിയമിക്കാൻ ആലോചന. ഇതിനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ സിറ്റി പോലീസ് കമ്മീഷണർ CH നാഗരാജുവിനോട് DGP ആവശ്യപ്പെട്ടു. DGP വിളിച്ചു ചേർത്ത ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ മുഖ്യമന്ത്രിയുടെയും ഗവർണറുടെയും സുരക്ഷ ചർച്ചയായി. ഗവർണർക്ക് നേരെ പാളയത്ത് കരിങ്കൊടി പ്രതിഷേധമുണ്ടായപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണറോ ക്രമസമാധാന ചുമതലയുള്ള DCPയോ സ്ഥലത്തുണ്ടായിരുന്നില്ല. SFI പ്രവർത്തകർ ഗവർണറുടെ വാഹനത്തിലടിച്ചു. സംഭവത്തിൽ ഗവർണർ DGPയോട് റിപ്പോർട്ടും ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിക്ക് സുരക്ഷ ഒരുക്കുന്നതും യോഗങ്ങളിലും ദൈനംദിന പരിപാടികളിലും സുരക്ഷാ മേൽനോട്ടം വഹിക്കുന്നതും VIP സുരക്ഷയുടെ ഭാഗമാണെന്ന് സംസ്ഥാന പോലീസ് മേധാവി യോഗത്തിൽ വ്യക്തമാക്കി. VIP സുരക്ഷയ്ക്കായി മാത്രം DCP തസ്തിക സൃഷ്ടിക്കണമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ യോഗത്തിൽ ആവശ്യപ്പെട്ടു. ക്രമസമാധാന ചുമതലയുള്ള DCPക്ക് നിരവധി ഉത്തരവാദിത്തങ്ങളുണ്ട്. VIP സുരക്ഷയിൽ നിന്ന് മാറ്റിയാലേ നഗരത്തിലെ മറ്റു ക്രമസമാധാന പ്രശ്നങ്ങളിലും കേസുകളിലും ഇടപെടാൻ കഴിയൂ എന്നും കമ്മീഷണർ വ്യക്തമാക്കി. മുഖ്യമന്ത്രി തലസ്ഥാനത്തുള്ള ദിവസങ്ങളിൽ 2-ലധികം സർക്കാർ പരിപാടികളെങ്കിലും മിക്കപ്പോഴും ഉണ്ടാകാറുണ്ട്. VIP ഡ്യൂട്ടി ചെയ്യുന്ന ഉന്നത ഉദ്യോഗസ്ഥർക്ക് ഇതിനായി മാത്രം മണിക്കൂറുകൾ ചെലവഴിക്കേണ്ട സാഹചര്യമാണ്. പ്രതിഷേധങ്ങളോ ക്രമസമാധാന പ്രശ്നമോ നഗരത്തിലുണ്ടായാൽ വേഗം സ്ഥലത്തെത്താനോ നടപടിയെടുക്കാനോ കഴിയാറില്ല. VIP സുരക്ഷയ്ക്കായി മാത്രം DCP തസ്തിക രൂപീകരിച്ചാൽ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാനാകുമെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. കായംകുളത്തെ പരാജയത്തിൽ പാർട്ടിക്കെതിരെ വീണ്ടും പരസ്യ വിമർശനവുമായി CPM നേതാവും മുൻ മന്ത്രിയുമായി G. സുധാകരൻ. 2001 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കായംകുളത്ത് തോറ്റത് പാർട്ടിക്കാർ കാലുവാരിയതുകൊണ്ടാണെന്ന് G. സുധാകരൻ ആരോപിച്ചു. CPM നേതാവ് KK ചെല്ലപ്പൻ ഇലക്ഷൻ കമ്മിറ്റി സെക്രട്ടറിയായിട്ടും തനിക്കെതിരെ നിന്നു. മനസ്സിൽ ഒന്ന് കരുതുകയും പുറകിൽ കഠാര ഒളിപ്പിച്ച് കുത്തുകയും ചെയ്യുന്നതാണ് പലരുടെയും ശൈലി. കാലുവാരൽ കലയായി കൊണ്ടു നടക്കുന്നവർ കായംകുളത്തുണ്ടെന്നും സുധാകരൻ വിമർശിച്ചു. സോഷ്യലിസ്റ്റ് നേതാവ് PA ഹാരിസ് അനുസ്മരണത്തിലെ പ്രസംഗത്തിലായിരുന്നു കായംകുളത്തെ തന്റെ പരാജയത്തെക്കുറിച്ചുള്ള G. സുധാകരന്റെ വിമർശനം. 2001 താൻ കുറഞ്ഞ വോട്ടുകൾക്ക് തോറ്റത് CPM-നുള്ളിലെ കാലുവാരൽ കൊണ്ടാണെന്ന് സുധാകരൻ തുറന്നടിച്ചു. പിന്നിൽ നിന്ന് കുത്തുന്നവരുടെ രാഷ്ട്രീയമാണ് കായംകുളത്തിനെന്നും ആരോപിച്ച അദ്ദേഹം ഇടതുപക്ഷമെന്നാൽ മനസ്സ് ശുദ്ധമായിരിക്കണമെന്നും പറഞ്ഞു. നമ്മൾ 2 വോട്ടിന് ജയിക്കണം. ഞാനിവിടെ MLA ആണ്. അപ്പോൾ ഇവിടെ ജാഥയായിട്ട് ഞങ്ങൾ കൊണ്ടുപോയി അവിടെ കയറ്റി. ഇവിടെ 2 വോട്ടിന് തോറ്റാണ് തിരിച്ചു വരുന്നത്. അതിനാണ് കായംകുളത്തെ കുപ്രസിദ്ധമായ കാലുവാരൽ എന്ന് പറയുന്നത്. പരമ്പരാഗതമായി നടത്തുന്ന കാലുവാരൽ. കാലുവാരെന്ന ഒരാൾ മരിച്ചാൽ അയാളുടെ ഒരു പ്രതിനിധി അടുത്ത തവണ ജനിക്കും. ഒരിക്കലും ഇല്ലാതാവില്ല. കാലുവാരൽ കലയായി കൊണ്ടു നടക്കുന്നവർ കായംകുളത്തുണ്ടെന്നും സുധാകരൻ പരിഹസിച്ചു. ദേവികുളങ്ങരയിൽ പര്യടനത്തിന് പോകാൻ 3 മണിക്കൂറോളം കാത്തുനിന്നിട്ടും വാഹനം കിട്ടിയില്ല. തനിക്ക് വോട്ട് കിട്ടാതിരിക്കാൻ ചിലർ ബോധപൂർവം ശ്രമിച്ചു. CPM നേതാവ് KK ചെല്ലപ്പൻ ഇലക്ഷൻ കമ്മിറ്റി സെക്രട്ടറിയായിട്ടും തനിക്കെതിരെ നിന്നു. വോട്ട് കൊടുക്കരുതെന്ന് നടന്നു പറഞ്ഞു. 300 വോട്ടാണ് അവിടെ മാത്രം കുറഞ്ഞത്. മകനെ KK ചെല്ലപ്പൻ്റെ മകളും എടുത്തുകൊണ്ടുപോയി. അതായത് കൊച്ചിൻ്റെ അച്ഛൻ്റെ വീട്ടുകാരെ കാണിക്കുന്നില്ല. തർക്കം. ആ അമ്മ പാർട്ടി വിളിച്ച് വന്നു. ഞാൻ പറഞ്ഞ കേൾക്കുമെന്നാണ് അവിടെ വിശ്വാസം. ഞാൻ പറഞ്ഞു KKS പറഞ്ഞ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ സ്ഥാനാർത്ഥി ഇറങ്ങുന്ന എനിക്ക് കാര്യമല്ലല്ലോ. പുള്ളി ഇലക്ഷൻ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയില്ലേ. ഞാൻ ജയിക്കണമെന്നല്ല. പുള്ളിക്ക് കുട്ടിയുടെ കാര്യം അറിയാം. മരിച്ചു പോയാൽ പറയാതിരിക്കാൻ ഞാൻ തോറ്റുപോയി. അവരാരും 100-300 വോട്ടാണ് അങ്ങ് മാറിയല്ല. കൊച്ചിൻ്റെ കാര്യം എൻ്റെ കൊച്ചാണോ? ഞാൻ വല്ലതും ചെയ്തിട്ടാണ്. ഞാൻ ഇവിടുത്തെ രീതി. മനസ്സിൽ ഒന്നു കരുതുകയും ഉടുപ്പിന്റെ അടിയിൽ കടാര ഒളിപ്പിച്ചു പിടിച്ചു കുത്തുകയും ചെയ്യുകയാണ് പലരുടെയും ശൈലിയെന്നും ഇത് ശരിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട G. സുധാകരൻ മുതിർന്ന നേതാവായിട്ടും പാർട്ടി പരിപാടികളിൽ നിന്ന് പലപ്പോഴും ആലപ്പുഴയിലെ പൊതുനേതൃത്വം മാറ്റി നിർത്തുകയാണ്. എന്നാൽ ജില്ലയിലെ സംഘടനകളുടേതടക്കം മറ്റു പല പരിപാടികളിലും സുധാകരൻ സജീവമാണ്. ഈ വേദികളിലെല്ലാം പ്രത്യക്ഷമായും പരോക്ഷമായും നേതൃത്വത്തിനെതിരെയും സമകാലീന സംഭവങ്ങളിലെ വിയോജിപ്പും അടുത്തിടെയായി സുധാകരൻ പ്രകടിപ്പിക്കുക പതിവാണ്. ന്യൂസ് 18 ആലപ്പുഴ.
സാമുദായിക നേതാക്കളുമായുള്ള ബന്ധത്തിൽ വിള്ളൽ വന്നു എന്ന കെ മുരളീധരന്റെ പരാമർശത്തെ തള്ളി എം ഹസൻ. സാമുദായിക സംഘടനകളുമായി യുഡിഎഫിന് ഇപ്പോഴും നല്ല ബന്ധം. സാമുദായിക സംഘടനകളോട് സിപിഎമ്മിനും ബിജെപിക്കും ഒരേ നിലപാട്. പാർട്ടി നിയമസഭാ കക്ഷി നേതൃത്വത്തിന് പരിചയക്കുറവുണ്ട്. കെ കരുണാകരനും എ കെ ആന്റണിയെയും പോലുള്ളവർ ഇരുന്ന സ്ഥാനങ്ങളിൽ ആ കുറവ് സ്വാഭാവികമെന്നും എം ഹസൻ പറഞ്ഞു. രാഷ്ട്രീയകാര്യസമിതി യോഗം ചേരാത്തത് പോരായ്മയെന്ന് എം ഹസൻ പറഞ്ഞു. മാസത്തിലാണെങ്കിലും ചേരണമെന്ന നിർദ്ദേശം നടപ്പിലായില്ല. കൃത്യമായി രാഷ്ട്രീയകാര്യസമിതി ചേരുമെന്ന് കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷി ഉറപ്പു നൽകിയിട്ടുണ്ട്. രാഷ്ട്രീയകാര്യസമിതി ചേർന്ന് അഭിപ്രായ രൂപീകരണം നടത്താത്തതുകൊണ്ടാണ് കെ സുധാകരന്റെ പ്രതികരണങ്ങൾ വ്യത്യസ്തമായി മാറുന്നതെന്നും എം ഹസൻ പറഞ്ഞു. ആലപ്പുഴയിൽ പുതിയ സ്ഥാനാർത്ഥിയുണ്ടാകുമെന്നും എം ഹസൻ പറഞ്ഞു. ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഒരാൾക്ക് കോൺഗ്രസ് ലോക്സഭാ സീറ്റ് നൽകും. കണ്ണൂരിൽ സുധാകരൻ മത്സരിക്കണോ എന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കും. എംപിമാർ തുടരണമെന്നാണ് നിലവിലെ ധാരണ. 3ാം സീറ്റ് ആവശ്യം മുസ്ലിം ലീഗ് ഉന്നയിച്ചിട്ടില്ലെന്നും എം ഹസൻ ന്യൂസ് 18നോട് പറഞ്ഞു. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. നിങ്ങൾക്കറിയാം, കുട്ടികൾ എവിടെയുണ്ടോ അവിടെ പാഠനാളുണ്ട്. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കുന്ന കൊല്ലത്താണ് ഇന്ന് പാഠനാളുള്ളത്. എവിടെ പോകും, ഏത് മത്സരം കാണും എന്നൊക്കെ ഉള്ള കൺഫ്യൂഷനിലാണ് ഞാൻ. പെണ്ണിന്റെ മാനത്തിന് കടലാസിന് വില പോലും നൽകാത്ത മനസ്സാണ് കഴിവുള്ളത് നമ്മളുടെ എല്ലാവരുടെയും കൂട്ടത്തിലുണ്ട്. അങ്ങനെയാണ് നടന്മാരും നടിമാരും. അവർ ജീവിക്കും, നിങ്ങൾ അഭിനയിക്കും. പാഠം 4 ഇന്ന് രാത്രി 8:30. ഇന്നലെ നാവികസേന സൊമാലിയൻ കടൽക്കൊള്ളക്കാരിൽ നിന്ന് രക്ഷപ്പെടുത്തിയ MV ലീല നോർഫോക്ക് കപ്പലിലെ ഇന്ത്യൻ ജീവനക്കാരുടെ ദൃശ്യം പുറത്തുവന്നു. ഇന്ത്യൻ നാവികസേനയാണ് വീഡിയോ പുറത്തുവിട്ടത്. 15 ഇന്ത്യക്കാർ ഉൾപ്പെടെ 21 ജീവനക്കാരാണ് കപ്പലിലുണ്ടായിരുന്നത്. ഇനി കലോത്സവ വാർത്തകൾ. കേരള സ്കൂൾ കലോത്സവം പവർഡ് ബൈ ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ. ലക്ഷ്യം ജോലിയെങ്കിൽ പഠനം ജിടെക്കിൽ തന്നെ. ഇൻ അസോസിയേഷൻ വിത്ത് മുടി കൊഴിച്ചിൽ നിയന്ത്രിക്കുന്നതിനോടൊപ്പം മുടി വളർച്ച കൂട്ടുന്നു. അമൃത്വേണി ഹെയർ എലിക്സിർ ഫോർ വിമൻ. ദേശത്തെ നയിക്കുന്ന ഒരു പുതിയ ദിശയിലേക്ക് നിങ്ങളുടെ ജോയ്, ഭാരതത്തിന്റെ ജോയ്. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം കൊല്ലത്ത് തുടരുമ്പോൾ ഇപ്പോൾ വേദികളിൽ മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. തത്സമയം
പോയിന്റ് പട്ടിക പരിശോധിക്കുമ്പോൾ കണ്ണൂർ തന്നെയാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. 479 പോയിന്റുമായി. പാലക്കാട് 470 പോയിന്റുമായി രണ്ടാം സ്ഥാനത്തും. കോഴിക്കോട് തൊട്ടുപുറകിൽ 468 പോയിന്റുമായി മൂന്നാം സ്ഥാനത്തുമുണ്ട്. കൊല്ലം 4ാം സ്ഥാനത്ത് 465 പോയിന്റുമായി. തൃശൂരാണ് 5ാം സ്ഥാനത്ത് 453 പോയിന്റ്. കേരള സ്കൂൾ കലോത്സവം പവർഡ് ബൈ ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ. ലക്ഷ്യം ജോലിയെങ്കിൽ പഠനം ജിടെക്കിൽ തന്നെ. ഇൻ അസോസിയേഷൻ വിത്ത് മുടി കൊഴിച്ചിൽ നിയന്ത്രിക്കുന്നതിനോടൊപ്പം മുടി വളർച്ച കൂട്ടുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. ദേശത്തെ നയിക്കുന്ന ഒരു പുതിയ ദിശയിലേക്ക് നിങ്ങളുടെ ജോയ്, ഭാരതത്തിന്റെ ജോയ്. ഇന്ത്യയുടെ ആദ്യ സൂര്യ പഠന ഉപഗ്രഹം ആദിത്യ L1 ഇന്ന് ലക്ഷ്യസ്ഥാനത്തെത്തും. വൈകുന്നേരം 4 മണിക്കും 4:30ക്കും ഇടയിലാണ് ആദിത്യ 1ാം ലഗ്രാഞ്ച് പോയിന്റിന് ചുറ്റുമുള്ള ഹാലോ ഓർബിറ്റിൽ പ്രവേശിക്കുക. ബംഗളൂരുവിലെ ISRO ട്രാക്കിംഗ് ആൻഡ് ടെലിമെട്രി നെറ്റ്വർക്കിൽ നിന്നാണ് പേടകത്തെ നിയന്ത്രിക്കുന്നത്. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 2-ന് വിക്ഷേപിച്ച പേടകം 126 ദിവസത്തെ യാത്രയ്ക്ക് ശേഷമാണ് നിർദ്ദിഷ്ട ലക്ഷ്യസ്ഥാനത്തെത്തുന്നത്. ദൌത്യം വിജയിച്ചാൽ 1ാം ലഗ്രാഞ്ച് പോയിന്റിൽ ഉപഗ്രഹം എത്തിക്കുന്ന 4ാമത്തെ ബഹിരാകാശ ഏജൻസിയാകും ISRO. ഇനി ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. കരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ പൈതൃകത്തിന്റെ പൊന്നിന് പുതുമയുടെ മുദ്രണം. കരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 5770 രൂപ, പവന് 46,160 രൂപ, വെള്ളി ഗ്രാമിന് 78 രൂപ, കിലോയ്ക്ക് 78,000 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3525 രൂപ. കരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ പൈതൃകത്തിന്റെ പൊന്നിന് പുതുമയുടെ മുദ്രണം. കരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നമസ്കാരം.